നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ അടക്കം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഇനി ഏതാണ്ട് 6 മാസത്തിനകം ഒരു ലോകകപ്പ് വരാൻ പോകുന്നു. 4 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു ലോകകപ്പ്. 2026 ഫുട്ബോളിലെ രാജാക്കന്മാരെ തീരുമാനിക്കുന്ന ലോകകപ്പ് നടക്കും. ഈ ലോകകപ്പിൽ എന്നെങ്കിലും ഒരു ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുക്കുമോ, ഇന്ത്യ പങ്കെടുത്തിരുന്നെങ്കിൽ എന്നെല്ലാം ആശിക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല എന്ന് ആരാധകർക്ക് നല്ല നിശ്ചയവുമുണ്ട്. കാരണം ISL അടക്കം ഇനി നടക്കുമോ എന്ന് പോലും അറിയാത്ത ഒരു രാജ്യത്ത്, വേറെ കൊട്ടിഘോഷിക്കപ്പെട്ട ISL അടക്കം ഈ വർഷം നടക്കുമോ എന്ന് പോലും അറിയാത്ത ഒരു രാജ്യത്ത്, ദിനംപ്രതി ഫുട്ബോളിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ലോകകപ്പ് കളിക്കുക എന്നുള്ളത് ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. എന്നാലും ഇന്ത്യയിലെ ആരാധകർ, ഫുട്ബോൾ ആരാധകർ ലോകകപ്പുകൾ ഉത്സവങ്ങളാക്കി മാറ്റും. അവർക്ക് സ്വന്തമായി ടീമുകൾ ഉണ്ടാവും. ഒന്നുകിൽ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ഇങ്ങനെ യഥേഷ്ടം ടീമുകളുടെ ആരാധകർ ഇന്ത്യയിലുണ്ട്. കേരളമാകട്ടെ ഫുട്ബോൾ ആരാധകരുടെ പറുദീസയാണ്. ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഇംഗ്ലണ്ടും ജർമ്മനിയും ഒക്കെ ആ രാജ്യങ്ങളായി ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങുന്നതോടുകൂടി കേരളം വിഭജിക്കപ്പെടും. ആ രീതിയിലാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധന. അങ്ങനെ ഇരിക്കെ ഇന്ത്യ ഒരു ലോകകപ്പിൽ പങ്കെടുക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ ആശിക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് ഒരു വാർത്ത ഈയിടെ വന്നത്. വെറും 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ക്യുറക്കാവോ എന്നൊരു രാജ്യം, നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച്. ക്യുറക്കാവോ, അങ്ങനെ ഒരു രാജ്യം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞൻ രാജ്യം ലോകകപ്പ് കളിക്കാൻ പോകുന്നു. ഇന്നേ വരെ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു രാജ്യമാണ് ക്യുറക്കാവോ. ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും കുഞ്ഞൻ രാജ്യമായി ക്യുറക്കാവോ മാറി. അങ്ങനെ 1.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ക്യുറക്കാവോ അടക്കം ലോകകപ്പിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ ഒപ്പം കളിക്കാൻ പോവുകയാണ്. അതാണ് ഇന്ത്യയിലെ ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ, ഇത്രയും വലിയൊരു രാജ്യം, ഫുട്ബോൾ ലോകകപ്പിന്റെ അയലത്ത് പോലും എത്താൻ സാധ്യതയില്ലാത്ത നിലവാരം കുറഞ്ഞ ഒരു ടീമുമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആ ആരാധകർക്കിടയിലേക്കാണ് ക്യുറക്കാവോ പോലെ ഒരു രാജ്യം ലോകകപ്പിന് യോഗ്യത നേടി എന്ന് വാർത്ത വരുന്നത്. അന്തം വിടുകയാണ് ആരാധകർ. 1.5 ലക്ഷം ജനസംഖ്യയുള്ള ക്യുറക്കാവോ അടക്കം ലോകകപ്പ് കളിക്കുന്നു. ക്യുറക്കാവോ എന്ന രാജ്യം നെതർലൻഡ്സിന്റെ ഭാഗമാണ് കേട്ടോ. നെതർലൻഡ്സിനെ നമുക്കൊക്കെ അറിയാം. യോഹാൻ ക്രൈഫ് തൊട്ട് ആര്യൻ റോബൻ, വാൻ പേഴ്സി, ഗുള്ളിറ്റ്, അങ്ങനെ എത്രയോ മാർക്കോ വാൻ ബാസ്റ്റൻ, എത്രയോ ഇതിഹാസങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന 2010 ലോകകപ്പിൽ ഫൈനൽ കളിച്ച് സ്പെയിനോട് തോറ്റ നെതർലൻഡ്സിനെ നമുക്കറിയാം. ആ നെതർലൻഡ്സിന്റെ ഭാഗമായ ക്യുറക്കാവോയ്ക്ക് പക്ഷേ സ്വന്തമായ ഒരു ഫുട്ബോൾ ടീമുണ്ട്, അന്താരാഷ്ട്ര ഫുട്ബോൾ ടീം. അവിടെ ആ ക്യുറക്കാവോയിൽ 1.5 ലക്ഷം ആളുകളാണുള്ളത്. അവർക്കാണ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീം ഉള്ളത്. അവരാണ് 2026 ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ പോകുന്നത്. എന്തൊരു അത്ഭുതമാണ് അല്ലേ? എത്രമാത്രം അഭിനന്ദിച്ചാലാണ് മതി വരിക അവരെയൊക്കെ. നമ്മളിവിടെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, ആ രാജ്യം ഒരു ലോകകപ്പ് കളിക്കാൻ വേണ്ടി ആശിച്ചിരിക്കുന്ന ഒരു അത്രയധികം കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരുള്ള ഒരു രാജ്യം. ആ രാജ്യമൊക്കെ ക്യുറക്കാവോയെ കണ്ട് കൊതിപൂണ്ട് നിൽക്കുകയാണ് ഈ രാജ്യത്തെ ആരാധകർ. ലോകകപ്പ് ആദ്യമായിട്ട് കളിക്കുന്ന മറ്റൊരു രാജ്യം ജോർദാനാണ്. ജോർദാനും ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ അത്ര വലിയ രാജ്യമൊന്നുമല്ല. നിരന്തരമായി ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ദാഹത്തിലൂടെ, നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ് ജോർദാനൊക്കെ കയറി വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഉസ്ബെക്കിസ്ഥാനാണ്. ഒരിക്കൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഉസ്ബെക്കിസ്ഥാൻ, മധ്യേഷ്യയിൽ നിന്ന് ലോകകപ്പ് കളിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ ഒരു കൊച്ചു രാജ്യമാണ്. വളരെ 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 കുറച്ച് ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ആ ഉസ്ബെക്കിസ്ഥാനും ഇത് ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ പോവുകയാണ്. മറ്റൊരു രാജ്യം, ലോകകപ്പ് ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന മറ്റൊരു രാജ്യം കേപ്പ് വെർദെ എന്നൊരു രാജ്യമാണ്. നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ല അല്ലേ? ഇപ്പോഴാണ് കേൾക്കുന്നത്. 2026 ലോകകപ്പിലേക്ക് യോഗ്യത നേടി കേപ്പ് വെർദെ എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. നമുക്കൊക്കെ അറിയാം, നൈജീരിയയും സെനഗലും ക്യാമറൂണും
ഒക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഘാന ആഫ്രിക്കയിൽ നിന്ന് പല തവണ ലോകകപ്പിനെത്തി, പല ലോകകപ്പുകളിലായി എത്തി നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്ന കളി കാഴ്ചവെച്ച ഈ ടീമുകളെല്ലാം നമുക്കറിയാം. ആഫ്രിക്കയുടെ ഭാഗമാണ് അവരൊക്കെ. ഐവറി കോസ്റ്റ്, ഇങ്ങനെ പല രാജ്യങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ആഫ്രിക്കയുടെ ഭാഗമായ. പക്ഷെ കേപ്പ് വെർദയെ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റൊരു കുഞ്ഞൻ രാജ്യം കേപ്പ് വെർദെ. ഈ കേപ്പ് വെർദെയൊക്കെ ലോകകപ്പ് കളിക്കുമ്പോഴാണ് ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ തന്നെ ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് ആളുകൾ അറിയുന്നത്. ആ കേപ്പ് വെർദെ വരെ ലോകകപ്പിന് വരുന്നു. 2026 ലോകകപ്പിൽ മെസ്സി, റൊണാൾഡോ ഒക്കെ പോലുള്ള വലിയ താരങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ ഫുട്ബോൾ ഷോക്കേസായ, ഫുട്ബോളിലെ മാസ്റ്റർ പീസായ ലോകകപ്പിൽ പങ്കെടുക്കാൻ പോവുകയാണ് കേപ്പ് വെർദെ. കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകർ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ലോകകപ്പിൽ കേപ്പ് വെർദെയും കളിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ 4 ടീമുകളും ക്യുറക്കാവോ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കേപ്പ് വെർദെ, ഈ 4 രാജ്യങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ചെറിയൊരു രാജ്യമായിട്ടും സാമ്പത്തികമായും മറ്റ് എല്ലാ തരത്തിലും പ്രതിസന്ധികൾ നേരിടുമ്പോഴും ലോകകപ്പിലേക്ക് എത്തിച്ചേർന്നത്? നിരന്തരമായ പ്രയത്നം, പ്രതിഭകളെ വളർത്തിയെടുത്ത് നിരന്തരമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഏക മനസ്സോടെയുള്ള യാത്രയാണ് അവരെയൊക്കെ 2026 ലോകകപ്പിൽ എത്തിച്ചിരിക്കുന്നത്. 2026 ലോകകപ്പിൽ കളിക്കുന്ന 48 ടീമുകളിൽ അവരൊക്കെ അടങ്ങി. ലോകത്താകെ നിന്നും 48 ടീമുകൾ മാത്രമാണ് ലോകകപ്പിൽ കളിക്കുന്നത്. ആ ലോകകപ്പിൽ ഒരു ടീമായി മാറുക എന്ന അസാധാരണമായ ഗംഭീരമായ നേട്ടമാണ് ഇവരൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യയാകട്ടെ ദിനം പ്രതി ഫിഫ ലോക റാങ്കിങ്ങിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെടുകയല്ല, കൂടുതൽ ദുർബലപ്പെടുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ആ സമയത്താണ് കേപ്പ് വെർദയെയും ക്യുറക്കാവോനെയും പോലുള്ള ചെറിയ രാജ്യങ്ങൾ ലോകകപ്പിനെത്തുകയാണ്. എന്തൊരു അത്ഭുതകരമാണ്, എന്തൊരു ഇച്ഛാശക്തിയാണ്. ഏക മനസ്സോടുകൂടി ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആ കുഞ്ഞു രാജ്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് എങ്ങനെയാണ്? കഠിനാധ്വാനം, അസാധാരണമായ ഇച്ഛാശക്തി, ഇത് നേടണം എന്ന തീരുമാനം, ആ തീരുമാനത്തിലൂടെയാണ് അവരൊക്കെ എത്തുന്നത്. ഇത് കാണുമ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നത്. ഫുട്ബോളിന് ഇത്രമാത്രം സ്നേഹിക്കുന്ന മനുഷ്യരുള്ള ഈ രാജ്യം യഥാർത്ഥത്തിൽ വളരെയധികം നിരാശപ്പെടുകയാണ്. 1.5 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു ഭൂപ്രദേശമൊക്കെ, അവിടുന്നൊക്കെ ഒരു ടീമുണ്ടാകുന്നു, അവർ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുന്നു, അവർ അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയായി ലോകകപ്പിൽ കളിക്കുന്നു. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നാണിച്ച് തല താഴ്ത്തേണ്ടതാണ്. എത്രമാത്രം ഉജ്ജ്വലമായ നേട്ടങ്ങളാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അവർ ഇനി ലോകകപ്പിൽ എത്ര മോശം പ്രകടനം കാഴ്ചവെച്ചാലും അതൊരു പ്രശ്നമേ അല്ല. അവർ അവിടെ എത്തി. ഏറ്റവും ഉന്നതമായ വേദിയിൽ ആ കപ്പിന് വേണ്ടി കളിക്കുന്ന 48 രാഷ്ട്രങ്ങളിൽ ഒന്നായി അവർ അവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യം അവർ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രാജ്യങ്ങളടക്കം ഫുട്ബോൾ ലോകകപ്പ് കളിക്കുകയാണ്. ഒരിക്കലും അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് കാണിക്കുന്നതാണ് ക്യുറക്കാവിനെയും കേപ്പ് വെർദെ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിന് കാണിച്ചു തരുന്നത്. നിങ്ങൾ സ്വപ്നം കാണൂ, നിങ്ങൾ അതിലേക്ക് കൂടുതൽ അടുക്കൂ, മുന്നോട്ട് തന്നെ പോകൂ, നിരന്തരമായി പ്രയത്നിക്കൂ, കഠിനാധ്വാനം ചെയ്യൂ. അങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അതാണ് അവർ കാണിച്ചു തരുന്നത്. ഇതൊരു വലിയ മാതൃകയാണ് ഇന്ത്യക്കൊക്കെ. ഇത്രയും ചെറിയ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ കണ്ടു പഠിക്കുക തന്നെ വേണം. ഇവിടെ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. ആ ഫുട്ബോൾ അസോസിയേഷന് ദീർഘവീക്ഷണം പോയിട്ട് നാളെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പോലും യാതൊരു ധാരണയില്ല. ഇപ്പോൾ ISL എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു ലീഗ്, അത് നടത്താൻ പോലും കെൽപ്പില്ലാത്ത ഒരു ബോഡിയായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മാറിയിരിക്കുകയാണ്. സ്വന്തം ഭരണഘടന പ്രാബല്യത്തിൽ വരുത്താൻ പോലും കെൽപ്പില്ലാത്ത ഒരു ഫുട്ബോൾ ഫെഡറേഷൻ. ISL നടത്താൻ കഴിയുന്നില്ല. ഇനി ഫിഫയുടെ വിലക്ക് വരുമോ എന്ന ഭീതി മറ്റൊരു തരത്തിൽ. ഫുട്ബോൾ പ്രതിഭകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലെ പോരായ്മകൾ, അതിൽ അവർക്കുണ്ടാകുന്ന പരാജയം, ഇത് തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാക്കുന്നത്. താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പരിശീലകരെ സംബന്ധിച്ചിടത്തോളം അവർ കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്തൊരു ഗതികേടാണ് ഇത്. മറ്റ് ചെറിയ രാജ്യങ്ങൾ പോലും പ്രൊഫഷണലായി ഫുട്ബോൾ കളിക്കുകയും ചെറുപ്പത്തിൽ കുട്ടികളിൽ നിന്ന് 3, 4, 5, 6 വയസ്സുള്ള കുട്ടികളിൽ നിന്ന് പുതിയ പ്രതിഭകളെ കണ്ടെത്തി അവരെ തേച്ചു മിനുക്കി മുന്നോട്ട് കൊണ്ടുവന്ന് ലോകകപ്പ് പോലൊരു വേദിയിലേക്ക് വരെ എത്തുന്ന സാഹചര്യത്തിൽ
ഇന്ത്യ ഇപ്പോഴും പിറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ടല്ല പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത്തവണത്തെ ലോകകപ്പ് ഇന്ത്യക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. ഒരു ചിട്ടയായ പരിശീലനവും ചിട്ടയായ ചിന്തകളും ചിട്ടയായ തന്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഏക മനസ്സോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ എന്നത്. ഇന്ത്യ ഇപ്പോഴും വളരെ 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 ദൂരെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത 100 വർഷത്തിനിടയിൽ പോലും ലോകകപ്പ് കളിക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം മോശമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത്രമാത്രം മോശമായിട്ടാണ് ഫുട്ബോൾ ഫെഡറേഷൻ അടക്കമുള്ളവർ ഈ കളിയെ സമീപിക്കുന്നതും ഈ കളിയിലെ പ്രതിഭകളെ സമീപിക്കുന്നതും കളിക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള വലിയ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു കാലം മുന്നോട്ട് വെച്ച 4 അടി പിറകോട്ടാണ്, ഒരടി മുന്നോട്ട് വെച്ച 4 അടി പുറകോട്ടാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ വരുത്തി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. സിസ്റ്റം വളരെ മോശമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരുത്താതെ ഇപ്പോൾ ക്യുറക്കാവോയും കേപ്പ് വെർദെയും ഒക്കെ നോക്കി നമ്മളിങ്ങനെ നിരാശ പൂണ്ടിരിക്കാം എന്നല്ലാതെ, അവരെയൊക്കെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇന്ത്യൻ ഫുട്ബോൾ അത്രമാത്രം പതനത്തിലെത്തി നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോഴാണ് 2026 ലോകകപ്പ് കളിക്കാൻ 1.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ക്യുറക്കാവോ അമേരിക്കയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത്.